കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഇവിടെ ഫ്രഷ് കട്ട് എന്ന കോഴിയിറച്ചി മാലിന്യ പ്ലാന്റ് സംസ്കരണ യൂണിറ്റ് ഉണ്ട്. അവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ മാലിന്യ സംസ്കരണ പ്ലാന്റും അതിൻ്റെ പരിസരവും വൃത്തികേടായി. ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ മേലാത്ത അവസ്ഥയിലായി. അതിന് സമാധാനപരമായ ഒരു സമരമായിട്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ സമരരംഗത്താണ്. ഇത് വകവെക്കാതെ സർക്കാരും അവിടെയുള്ള പഞ്ചായത്തോ അല്ലെങ്കിൽ അവിടെയുള്ള ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസികളൊന്നും നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവിടുത്തെ ജനങ്ങൾക്ക് പൊതുവെ അവർക്ക് പല അസുഖങ്ങളും വ്യാപിച്ചു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ധാരാളം അസുഖങ്ങൾ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ മടുത്ത് ഒരു പ്രതിവിധിയില്ല, സർക്കാർ ഭാഗത്തുനിന്ന് ഒരു സഹായവുമില്ല, ഈ പ്ലാന്റ് നിർത്താനൊട്ടും കഴിയുന്നുമില്ല. അതുകൊണ്ട് സമരം സമാധാനപരമായിട്ട് നടന്ന കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടുത്തെ സമാധാനം രാവിലെ 10 മണിക്ക് മുതൽ റോഡ് ഉപരോധിച്ചു. ഈ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിലേക്ക് പോകുന്ന റോഡ് നാട്ടുകാർ 10 മണിക്ക് ഉപരോധിച്ചു. അത് 4 മണിയായപ്പം പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരെ നീക്കം ചെയ്യാൻ തുടങ്ങി. പോലീസുമായിട്ട് സംഘർഷമായി. പോലീസിനെ കല്ലെറിഞ്ഞു നാട്ടുകാർ. പോലീസ് തിരിച്ച് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, ലാത്തി ചാർജ് നടത്തി. അക്രമം അഴിഞ്ഞാടി റോഡിൽ ഏകദേശം 11ഓളം വാഹനങ്ങൾ കത്തിച്ചത്. വാഹനം ഈ പ്ലാന്റിനകത്തോട്ട് ആരോ ബോംബെറിഞ്ഞു എന്നുള്ള കാര്യവും വെളിയിൽ വന്നിട്ടുണ്ട്. ധാരാളം വാഹനങ്ങൾ കത്തി, പലരും നശിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ജനങ്ങൾ പോലീസിനെ കല്ലെറിഞ്ഞപ്പം പോലീസ് ടിയർ ഗ്യാസും അതോടൊപ്പം ലാത്തി ചാർജും ചെയ്തു. 4 മണിയായപ്പം പോലീസ് ബലം പ്രയോഗിച്ച് റോഡിൽ നിന്ന് ജനങ്ങളെ നീക്കാൻ തുടങ്ങി. അവിടെ കൊണ്ടാണ് പാളിച്ച സംഭവിച്ചത്. റൂറൽ SP KE ബൈജുവിന് പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഏറ് കിട്ടി. അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. താമരശ്ശേരി ആശുപത്രിയിലും പിന്നെ അവിടുത്തെ മുക്കത്തെ ദന്താശുപത്രിയിലും കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതിശക്തമായ ഏറ് കൊണ്ടു. അദ്ദേഹത്തിൻ്റെ തീരുമാനം തെറ്റായി പോയി എന്ന് പറയേണ്ടി വരും. കാരണം അത്രമാത്രം ജനങ്ങളെ എങ്ങനെയാണ് അടിച്ചൊതുക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് വൻ വീഴ്ച ഉണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ റൂറൽ SPയുടെ പെരുമാറ്റം ജനങ്ങൾക്ക് യോജിച്ച രീതിയിലല്ല. അദ്ദേഹത്തിനെ അടിയന്തരമായിട്ട് അവിടെ നിന്ന് മാറ്റേണ്ടതാണ് സർക്കാർ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ ഇനി ആവർത്തിക്കും. അത് സംയമനത്തോടുകൂടി പോലീസ് കൈകാര്യം ചെയ്യേണ്ടതാണ്. ധാർഷ്ട്യം പോലീസ് അവിടെ കാണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പൊതുജനങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്ന് പോലീസിനറിയാം, ന്യായമാണെന്ന് സർക്കാരിനും അറിയാം. പക്ഷെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. സാമ്പത്തിക ചെലവ് കൊണ്ടായിരിക്കാം. ആ പ്ലാന്റ് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണ്ടേ? അവിടുത്തെ കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും അവർക്കൊക്കെ ധാരാളം രോഗങ്ങൾ സമ്മാനിച്ചു അവിടുന്ന്. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ജനങ്ങൾ സംഘടിച്ച് ജാതി മത രാഷ്ട്രീയ ചിന്തയില്ലാതെ അവിടെയുള്ളവരെല്ലാം സംഘടിച്ച് ഈ പ്ലാന്റിലേക്കുള്ള മാലിന്യം കടത്തിവിടാതെ റോഡ് ബ്ലോക്ക് ചെയ്തു. അവിടുത്തെ UIFയുടെ ബ്ലോക്ക് പ്രസിഡന്റ് 1-ാം പ്രതിയെ മെഹദ് റൂഫ് 1-ാം പ്രതിയായിട്ട് അപ്പം കേസ് രജിസ്റ്റർ ചെയ്തു. ധാരാളം വാഹനങ്ങൾ കത്തിച്ചു. പ്ലാന്റിലേക്ക് ബോംബെറിഞ്ഞെന്ന് ബാൻഡ് അകം കത്തി. അങ്ങോട്ട് വന്ന ഫയർഫോഴ്സിലെ വാഹനങ്ങൾ മുക്കത്ത് വെച്ച് തടഞ്ഞു. പോലീസ് അത് കടത്തിവിടാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. അവിടെ കൂടത്തായി വെച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ ഇത് ഇങ്ങോട്ട് പറഞ്ഞു വിടാതെ അവിടെ വെച്ച് തടഞ്ഞു. ജനങ്ങളുടെ ആവശ്യം പ്ലാന്റ് നശിപ്പിക്കുക, പ്ലാന്റ് ഇല്ലാതാക്കുക എന്ന്. അത് സമാധാനപരമായി ഒരു വർഷം കൊണ്ട് അതിനെതിരായിട്ട് നീങ്ങിയിട്ടൊന്നും ഗവൺമെൻറ് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതിൽ കൃത്യമായ അതിൻ്റെ ഇടപാടുകാർ അല്ലെങ്കിൽ ആ പ്ലാന്റ് നടത്തുന്നവർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസികൾ പൊതുജനങ്ങളുടെ ഇത്രയും രൂക്ഷമായ അവരുടെ പ്രതിഷേധം മുഴുവൻ കണ്ട ആ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നീട്ടിക്കൊണ്ടുപോയി. ഇത് അടികശലിൽ കലാശിച്ചു. പോലീസും നാട്ടുകാരും തമ്മിലുള്ള ഏറായി. അതുപോലെ പോലീസ് തിരിച്ച് കണ്ണീർ വാതം പിടിച്ച് ധാരാളം പേർക്ക് പരിക്കേറ്റു. 28 പേരോളം താമരശ്ശേരി ആശുപത്രിയിലും ഓമശ്ശേരി സ്വകാര്യ ആശുപത്രിയിലൊക്കെ ആയിട്ട് കിടക്കുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും പലരും പോയിരിക്കുന്നു. ധാരാളം പേർക്ക് പരിക്കേറ്റു. 321 പേർക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയായി മാറി.
ഗവൺമെൻറ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലാതെയാണ്. ധാർഷ്ട്യവും അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പരിക്കേക്കും, അവർക്കും പരിക്കേക്കും. സംഘർഷമയമായി കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അടിയന്തരമായിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അവിടുത്തെ റൂറൽ എസ് പിയുടെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭരണം അത് തീർച്ചയായിട്ടും പരാജയം തന്നെയാണ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ അവിടെ കണ്ടു സംഘർഷങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ളൊരു പോലീസ് ഓഫീസർ, നയപരമായ കാര്യങ്ങൾ നീക്കാൻ അറിയാത്ത പോലീസ് ഓഫീസറിനെ അടിയന്തരമായിട്ട് അവിടെ നിന്ന് മാറ്റണം. കാരണം അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നു. അത് തന്നെയല്ല, ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ധാർഷ്ട്യപരമായ ഒരു സമീപനം ആണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു ശ്രമം ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഷാഫി പറമ്പൻ്റെ തലക്കിട്ട അടി കൊണ്ടത് നമ്മൾ കണ്ടു. ആ അടി കൊണ്ട പോലീസുകാരൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ റൂറൽ എസ് പി ആയിട്ട് ഭരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയി, അവിടെ ഇനിയും കൈവിട്ടു പോകും. ഇതിൽ കൂടുതലായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. ലോ ആൻഡ് ഓർഡറിൽ ആ ഭാഗത്ത് കോഴിക്കോട് സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.